ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ പുളിക്കലിനെ തേടിയിട്ട് ജോസഫും അനിയൻകുട്ടനും പിന്നെ ശ്രീകാന്ത് ഏൽപ്പിച്ച വാസവന്റെ ആളും കൂടെ ഒരു കുന്നിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ കാറിലെ ഡ്രൈവർ പറയും, അവിടെയാണ് നിങ്ങൾ പറഞ്ഞ ആളുള്ളത്. അയാളുടെ റിലേറ്റീവിന്റെ ഒരു സ്ഥലമാണെന്നാ പറഞ്ഞത്. നിങ്ങൾ അയാളുടെ ആരാ? അനിയൻകുട്ടൻ പറയും, ഞങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ വന്നവരാ. അപ്പൊ അയാൾ പറയും, ഈ വണ്ടിയിൽ അയാളും വന്നിട്ടുണ്ടായിരുന്നത്. എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇവര് താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഒഴിഞ്ഞ വീടുണ്ട് കേട്ടോ. അത് കാണുമ്പോ ആ ജോസഫ് പറയും, അനിയൻകുട്ടൻ നേരെ കയറി ചെല്ലണം, ഞാൻ മുൻവാതിലിന്റെ പിറകിലുണ്ടാവും, ബാക്കിലൂടെ പോവാതെ വെക്കാൻ ജോൺസൺ നിൽക്കണം. അപ്പൊ അയാൾ പറയും, ഏയ് നമ്മൾ അവനെയും കൊണ്ടേ പോവും, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് അവര് പോവാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞ പോലെ സെറ്റ് ചെയ്യും. അനിയൻകുട്ടനെ അകത്ത് കയറിയിട്ട് ഡോറിൽ മുട്ടാൻ തുടങ്ങും. ഈ സമയം പുളിക്കൽ അവിടെ ബ്രെഡിന്റെ ഉള്ളിൽ പഴം വെച്ച് കഴിക്കാട്ടോ. കുഴിമന്തി കഴിക്കാൻ എന്നാണാവോ പറ്റുക. അപ്പോഴായിരിക്കും വനിയൻകുട്ടൻ വന്ന് വാതിലിൽ മുട്ടുന്നത് കേട്ടോ. ഈ ശബ്ദം കേൾക്കുമ്പോൾ ആരാ ഈ നേരത്ത് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംശയത്തോടെ പേടിച്ചുകൊണ്ടാണ് ഡോറ് തുറക്കുന്നത്. ആരാ എന്ന് നോക്കുമ്പോൾ അനിയൻകുട്ടൻ അപ്പോഴേക്കും അവിടെ വിളിച്ചിരിക്കാട്ടോ. എന്നിട്ട് തമിഴില് സ്ഥലം വാങ്ങിക്കാൻ വന്ന ഒരാളാണെന്ന് പറയും. സീക്രം കഥക് തുറക്കുമ്പോ ഓരോരോ മാരണങ്ങള് എന്ന് പറഞ്ഞ് കഥക് തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണൂല. അപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാട്ടോ. അനിയൻകുട്ടൻ ആളെ മനസ്സിലായി കഴിഞ്ഞാൽ എങ്ക പാരുങ്കോ എന്ന് പറയട്ടോ. അപ്പോഴായിരിക്കും ഇയാൾക്ക് ഇത് അനിയൻകുട്ടനാണെന്ന് മനസ്സിലാവുന്നതും ആളങ്ങ് പേടിച്ചു പോവും. ഇനി നല്ല സ്ഥലമുണ്ട്, 4 ചുവരുകൾക്കുള്ളിലെ ഭക്ഷണവും പത്രമൊക്കെ വായിച്ച് സുഖമായിട്ട് കഴിയാം, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അപ്പോഴേക്കും ആ ജോൺസണും വരും പോവാന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നതും പുളിക്കല് പേടിച്ച് അവിടുന്ന് പിറകിലേക്ക് ഓടും കേട്ടോ. എന്നാൽ ഈ സമയം ജോസഫ് വന്ന് പിടിക്കും. കയ്യിൽ കുറച്ച് ക്യാഷൊക്കെ തരും, എങ്കിൽ പിന്നെ പോയാലോ. അപ്പൊ പുളിക്ക് പറയും, ഉപദ്രവിക്കരുത്, ഞങ്ങക്ക് നിന്നെ ഉപദ്രവിക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല, പക്ഷെ നീ രക്ഷപ്പെടാൻ ശ്രമിച്ചാ ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും. എങ്കിൽ വാ നമുക്ക് നടന്ന് സംസാരിക്കാം, വാങ്ക കണ്ണാ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടാണ് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ അകത്തേക്ക് കയറുമ്പോ അനിയൻകുട്ടൻ പറയും, നീ എവിടെ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ പുളിക്ക. ജോസഫ് പറയും, നിനക്കറിയാലോ പുളിക്ക, പോലീസുകാർ വിക്രത്തിന്റെ പിന്നാലെയാ, വിക്രം അത് ചെയ്തിട്ടില്ലെന്ന് തനിക്കറിയാം, നീ അവനെ പെടുത്തിയതാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന് നിന്നെ പ്രേരിപ്പിച്ചത് ആരാ അത് ഞങ്ങൾക്കറിയണം. നിനക്ക് ഇവിടെ വന്ന് ഒളിക്കാൻ പറ്റിയതുകൊണ്ടാ നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. ജോസഫ് പറയും, ശ്രീനി സാർ ഇപ്പോ ആകെ പെട്ടിരിക്കുകയാണ്, ആൾക്കാർ മൊത്തം ശ്രീനി സാറിനെതിരാണ്, വിക്രം അത് ചെയ്തിട്ടില്ലെന്ന് തനിക്കും അറിയാം ഞങ്ങൾക്കും അറിയാം, അതുകൊണ്ട് നീ സത്യം പറയണം, ആ കുരുക്കുന്നേ വിക്രത്തെ രക്ഷിക്കണം. അപ്പോഴും പുളിക്ക് പറയും, വിക്രന്ന് ഞാൻ വിളിച്ചപ്പോ വരുന്ന കൊന്നാൾ തിരിഞ്ഞു നോക്കിയതാന്ന്. ഇവിടെ നോറി, ഇനി ഇത് പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിലേ ഞാൻ ഇവിടെ വെച്ച് തീർക്കും എന്ന് പറഞ്ഞ് ജോസഫ് കത്തിയെടുത്ത് കുത്താൻ പോവും. അത് കാണുമ്പോ തന്നെ പുളിക്ക പേടിക്കുന്നുണ്ട്. അപ്പൊ അനിയൻകുട്ടനും ആ മറ്റേ ആളൊക്കെ ഇങ്ങനെ തടയാട്ടോ. എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പുളിക്കല് കൈ കൂപ്പി നിൽക്കണേ. അങ്ങനെ ജോസഫ് അവിടെ പോയിരിക്കും. അനിയൻകുട്ടൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാട്ടോ. എന്നിട്ട് അനിയൻകുട്ടൻ ചോദിക്കും, വരുണിനെ കൊല്ലുന്നത് കണ്ടതിലുള്ള ഏക ദൃക്സാക്ഷി താനാണ്, നിന്നെ ഞങ്ങൾ കൊന്നാലും വിക്രം കോടതിയിൽ സുഖമായിട്ട് പോരും, വിക്രമിനെ നീ രക്ഷിക്കണോ അതോ ഞങ്ങൾ രക്ഷിക്കണോ. പുളിക്ക് പറയും, അനിയൻകുട്ട ഒന്നില്ലെങ്കിലും നമ്മൾ കുറെ കാലം ഒരുമിച്ച് കണ്ടവരല്ലേ എന്ന് പറയുന്നതും അനിയൻകുട്ടന്റെ കൈ പുളിക്കലിന്റെ കരണത്ത് വീഴും. അങ്ങനെ കണ്ടിട്ടല്ലേ നീ ഒരുത്തനെ കുടുക്കിയത്, നീ ആരുടെ മുന്നിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും വാസവന്റെ മുന്നിൽ നീ പെടും, അത് വേണ്ടെങ്കിൽ നീ സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. വാസവൻ സാറ് എന്നെ എന്തെങ്കിലും ചെയ്യൂടാ. അപ്പൊ വാസവന്റെ ആള് പറയും, നിന്നെ എന്തെങ്കിലും ചെയ്യാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചതെങ്കിലേ നിന്നോട് ഞങ്ങൾ ഇത്രയും സമയം സംസാരിക്കായിരുന്നോടാ, വന്ന ഉടനെ തീർത്താ പോരെ. അപ്പൊ പുളിക്ക പറയും, അതും ശരിയാ. അനിയൻകുട്ടൻ പറയും, എനിക്ക് നീ കാര്യം പറ. പുളിക്ക് പറയും, അത് ഞാൻ ശ്രീനി സാറിനെ കണ്ടതിന് ശേഷം പറഞ്ഞാ പോരെ. അനിയൻകുട്ടൻ പറയും, മതി. അപ്പോ മറ്റേ വാസവന്റെ ആള് പറയും, എങ്കിൽ ഞാൻ വാസവൻ സാറിനെ അറിയിക്കട്ടെ, നിന്നെ കണ്ടതിന് ശേഷം വിളിക്കാനാ പറഞ്ഞത്, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യം. അങ്ങനെ ജോണി എന്ന് പറയുന്ന ആളെ അവിടുന്ന് കുറച്ച് മാറി മുകളിലേക്ക് പോയിട്ട് കുന്നിന്റെ ആ സൈഡിലേക്ക് പോയിട്ട് നേരെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് കാര്യം പറയും. പുളിക്കലിനെ കണ്ടു, അവൻ ശ്രീനിനോടും അതുപോലെ വാസവൻ സാറോടും എല്ലാം തുറന്നു പറയാൻ പോവാണെന്ന്. നിങ്ങൾ എത്ര പേരുണ്ട്? ഞാനും ജോസഫും അനിയൻകുട്ടനും. അപ്പോ ശ്രീകാന്ത് പറയും, എങ്കിലൊരു കാര്യം ചെയ്യേ, നാളെ വാസവൻ അവിടെ കാണാൻ വരും എന്ന് പറ, എന്നിട്ട് നിങ്ങൾ പതിയെ അവിടുന്ന് മാറിക്കോ, പിന്നെ ലൊക്കേഷൻ എനിക്ക് അയക്കണം, ബാക്കി ഞാൻ ഏറ്റു. അപ്പോ ജോൺസൺ പറയും, ശരി സാർ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ജോൺസൺ അതുപോലെ തന്നെ വന്ന് പറയാട്ടോ, സാറിനെ വിളിച്ചോ, എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇവനെ ഇവിടെ നിർത്തിയിട്ട് നമ്മളോട് തിരികെ പോയിക്കോളാൻ പറഞ്ഞു, നാളെ രാവിലെ വരുന്നത്. ജോസഫ് പറയും, നമ്മൾ പോയ ഇവന് ഇവിടുന്ന് രക്ഷപ്പെടില്ലേ. പുളിക്ക പറയും, എവിടെ പോയി രക്ഷപ്പെടാനാണ് ജോസഫേ, അത് നിനക്കറിയാലോ. എങ്കിലേ വാസവൻ സാർ നാളെ വരും, ജോസഫേ വാ നമുക്ക് പോകാം. അനിയൻകുട്ടൻ പറയും, എങ്കിൽ നിങ്ങൾ പൊക്കോ. അപ്പൊ ജോൺസൺ പറയും, വാസവൻ സാറിനെ ഇവനെ തനിച്ച് കാണാനാണ് വേണ്ടത്, എങ്കിൽ ജോസഫേ നമുക്ക് സാറിനെ ആ ജംഗ്ഷന്റെ അവിടെ കാത്തു നിൽക്കാലേ എന്ന് പറഞ്ഞ് ജോസഫ് അവിടുന്ന് പോവട്ടോ. ഈ ജോൺസന്റെ കൂടെ അനിയൻകുട്ടൻ അവിടെ തന്നെ ഇരിപ്പാണ്.
അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദേനെയും വിക്രമിനെയാണ്. വിക്രമിന്റെ മടിയിൽ വേദ ഇങ്ങനെ തല വെച്ച് കിടക്കുക കേട്ടോ. വിക്രം ഇങ്ങനെ തലോടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെപ്പോഴും റൊമാൻസ് മോഡിലാണ്. അങ്ങനെ അവരവിടെ ഇരിക്കുമ്പോഴായിരിക്കും ഫോൺ വരുന്നത്. വേദ കോൾ എടുത്തിട്ട് വേഗം വിക്രമിന് കൊടുക്കും. ജോസഫാ വിളിച്ചിരിക്കുന്നത്. വിക്രം ഹലോ നോക്കുമ്പോ തന്നെ ജോസഫ് പറയും, രാവിലെ നീ വിളിച്ചപ്പോ കൂടെ വേറെ ആളുണ്ടായിരുന്നു, എല്ലാത്തിനും ഒരു തീരുമാനമായിട്ട് തിരിച്ചു വിളിക്കാന്ന് കരുതി. വിക്രം പറയാന്ന് പറയും, അല്ല നീ എന്താ അവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞേ? അത് പിന്നെ ഒന്നുമില്ല, പിന്നെ ഇറങ്ങേണ്ട സമയമാകുമ്പോ വേദ അറിയിക്കാന്നാ പറഞ്ഞത്. മതി, ധൃതി പിടിച്ചൊന്നും ചെയ്യണ്ട, നാളത്തോടു കൂടെ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു കിട്ടും എന്ന് വെച്ചാ. അപ്പൊ ജോസഫ് പറയും, എടാ ഞങ്ങള് പുളിക്കലിനെ കണ്ടു, അവനിവിടെ തിരുനെൽവേലിക്ക് അടുത്തൊരു സ്ഥലത്തുണ്ട്. ഞാനും അനിയൻകുട്ടനും ജോണിയും കൂടെ അവനെ പൊക്കി. വിക്രം ചോദിക്കും, ജോണിയോ? അപ്പോ ജോസഫ് പറയും, അതെ, ഞങ്ങളെ കൂടെ വാസവൻ അയച്ചതാ. വിശ്വസിക്കാൻ പറ്റുമോ? ആ, വാസവന്റെ ആളല്ലേ, വിശ്വസിക്കാം. പിന്നെ നീ ഒളിച്ചിരിക്കുന്ന സ്ഥലം ആരും അറിയണ്ടെന്നാ കരുതിയിട്ടാ അപ്പൊ ഒന്നും പറയാണ്ടിരുന്നത്. പുളിക്കൽ എന്താ പറഞ്ഞത്? അപ്പൊ ജോസഫ് പറയും, ഞങ്ങളോടൊന്നും പറയില്ല, പക്ഷേ അവൻ ആരെയോ പേടിക്കുന്നുണ്ട്. ശ്രീനി സാറിന്റെ അടുത്തും കോടതിയിലും സത്യങ്ങളെല്ലാം തുറന്നു പറയാന്ന് അവൻ ഞങ്ങളോട് സമ്മതിച്ചടാ. വിക്രം പറയും, അതോടെ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലേടാ? ജോസഫ് പറയും, ഉറപ്പായും. വരുണിന്റെ മരണത്തിന് പിന്നിലെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് പറഞ്ഞാൽ പ്രശ്നം സോൾവ് ആയില്ലേ. നീ ധൈര്യമായിട്ടിരിക്കേ. വിക്രം പറയും, സമാധാനം. ജോസഫ് പറയും, നീ സമാധാനത്തോടെ ഇരിക്കേ, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യും. കോള് കട്ട് ചെയ്താ വേദയ്ക്കും ജോസഫ് ആയിരുന്നല്ലോ. എന്തോ സന്തോഷമുള്ള ന്യൂസ് ആണെന്ന് തോന്നുന്നു. വിക്രം പറയും, പുളിക്കൽ പിടിയിലായി. അത് കേൾക്കുമ്പോൾ വേദിക്ക് സന്തോഷവും. ആണോ? വിക്രം പറയും, അതെ. അയാൾ എന്താ പറഞ്ഞത്? വിക്രം പറയും, അയാളൊന്നും പറഞ്ഞിട്ടില്ലെന്നേ, നാളെ കോടതിയിൽ സത്യം പറയാന്ന്. വേദയ്ക്കും അത് വിശ്വസിക്കാൻ പറ്റുമോ? കോടതിയിലും അയാൾ വിക്രത്തിന്റെ പേര് ആവർത്തിച്ച. വിക്രം പറയും, അതിനു മുന്നേ വാസവൻ അയാളെ കാണും, വാസവന്റെ അടുത്ത് അയാളെല്ലാം സത്യവും തുറന്നു പറയും. വേദയ്ക്ക് എന്തോ ഡൗട്ട് ഉണ്ട് കേട്ടോ. വിക്രം പറയും, അങ്ങനെ മോചനത്തിന്റെ ദിവസമായി. അത് കേൾക്കുമ്പോ വേദയുടെ മുഖം വാടും കേട്ടോ. വിക്രം ചോദിക്കും, എന്താടോ? വേദ പറയും, ഏയ് ഒന്നുമില്ല. എന്നാലും പറ. വേദയ്ക്കും, അങ്ങനെ ഒറ്റയ്ക്ക് പോവോ? അപ്പൊ വിക്രം വേദയുടെ കൈ പിടിച്ച് വേദയെ തന്നെ നോക്കും. രണ്ട് കൈയും പിടിച്ച് വിക്രമിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ചേർത്തിരുത്താട്ടോ. എന്നിട്ട് വിക്രമിന്റെ മാറോട് ചേർക്കും. വേദ ഇങ്ങനെ വിക്രമിനെ നോക്കി ആ ഒരു റൊമാൻസ് മൂഡിലേക്ക് പോവാണ് വീണ്ടും അവര്. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ്ട വീട്ടിലാണ്. വിനായകനെ നന്ദിനി ചായ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. വിനായകനും അങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. അവസാനം നന്ദിനി പറയും, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ, അപ്പൊ വിനായകൻ, നീ കാര്യം പറഞ്ഞിട്ട് പോടി. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാൻ വേണം, കാര്യം കേൾക്കും വേണം അല്ലേ? എന്താ എന്ന് വിനായകൻ വീണ്ടും ചോദിക്കുമ്പോൾ നന്ദിനി പറയും, അച്ഛനും അമ്മയും നമ്മളിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ട്. എന്ത് മറക്കാനാ? നമ്മളെ ബാധിക്കുന്ന എന്തെങ്കിലാണോ? അതൊന്നുമല്ല, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ മറക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ വന്നതിന് ശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പൊ വിനായകൻ പറയില്ല, അമ്മയ്ക്ക് ചെറിയ ക്ഷീണമുണ്ട്. നന്ദിനി പറയണേ, ആ, അതിനുള്ള ടാബ്ലറ്റും ടോണിക്കും ഒക്കെ അമ്മ കഴിച്ചോളും. ഇതല്ല, അമ്മയുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം, അസുഖം മാറിയതിന്റെ സന്തോഷമാവും. നന്ദിനി പറയും, മണ്ടത്തിനെ വിളിച്ച് പറയല്ലേ. ഏത് സമയത്തും വിക്രത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാനേ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്മയ്ക്ക് അസുഖം വന്ന തന്നെ അറിയാലോ കാര്യം. ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അമ്മയ്ക്കില്ല. വിനായകൻ പറയും, അതിനിപ്പോഴും വിക്രത്തെ കുറിച്ച് ഒരു അറിവും കിട്ടിയിട്ടില്ലല്ലോ. അത് നല്ല ചോദ്യം. അതെ, അങ്ങനെ ചിന്തിക്കേ. വിക്രത്തെ കുറിച്ച് അറിവില്ലാഞ്ഞിട്ടും അമ്മയ്ക്ക് ടെൻഷനും സങ്കടവും ഇല്ലാത്ത എന്തുകൊണ്ടാ? നന്ദിനി പറയും, വിക്രം എവിടെ ഉണ്ടെന്നേ അമ്മയ്ക്ക് അറിയാം വിനയേട്ടാ. ഏ, ആണോ എന്ന് വിനായകൻ ചോദിക്കുമ്പോ നന്ദിനി പറയും, എനിക്ക് സംശയമൊന്നുമില്ല, ഞാൻ രഹസ്യമായിട്ട് കേൾക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല, അടക്കി പിടിച്ച സംസാരം. എന്തായാലും സംസാരം വിക്രത്തിനെയും വേദയും കുറിച്ചാണ്. എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് രഹസ്യമായി രണ്ടുപേരും അവരെ ചെന്ന് കണ്ടെന്നാ. വിനായകൻ ചോദിക്കും, ആണോ? നന്ദിനി പറയും, എനിക്ക് തോന്നുന്നു ആണെന്ന്. എന്റെ തോന്നലൊന്നും തെറ്റാവാറില്ല. വിനായകൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അവൻ എവിടെയുണ്ടേ? നന്ദിനി പറയും, അത് നമ്മൾ കണ്ടുപിടിക്കണം, അതിനുള്ള വഴി ആലോചിക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ എന്നെ കുറ്റം പറയാനേ നിങ്ങൾക്ക് സമയമുള്ളൂ. ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ അത് അറിയണല്ലോ. വിനായകൻ പറയും, നേരിട്ട് ചോദിച്ചാൽ അച്ഛനും അമ്മയും പറയില്ല. അങ്ങനെ നമ്മളറിയാത്ത രസം ഇവിടെ വേണ്ട, നിങ്ങൾ കാപ്പി കുടിക്കാൻ നോക്ക്, പിന്നെ എവിടെയാണെന്ന് അറിഞ്ഞാലേ നമുക്കും ഗുണം ഉണ്ടായാലോ എന്ന് പറഞ്ഞ് നന്ദിനി അവിടുന്ന് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കമലനെയും മാഷിനെയാണ്. മാഷ് റൂമിൽ വരുമ്പോ തന്നെ കഥകൊക്കെ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്ത് പറ്റി കമല? കമലയ്ക്കും വിക്രം ആ വീട്ടിൽ കഴിയുന്നത് സേഫ് ആണോ? അപ്പൊ തന്നെ മാഷ് പറയും, ഒന്ന് പതുക്കെ പറ കമല. വേദം ഒന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും സമാധാനം തോന്നി, പക്ഷെ ഇപ്പൊ പേടിയാവാ. അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ അത് കൂടുതൽ അപകടാവില്ലേ? മാഷ് പറയും, വേദയും വിക്രമും ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞാ അവനെ ശങ്കരനാരായണന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നുണ്ടെന്നല്ലല്ലോ അർത്ഥം. അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു സ്ഥലത്ത് അവനുണ്ടെന്നേ അതിനർത്ഥമുള്ളൂ. തൽക്കാലം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് വേദ അവനെ ഒളിപ്പിച്ചിട്ടുണ്ട്. സമയമാകുമ്പോ അവൻ പുറത്തു വരും, നമ്മൾ അത്ര മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്